ഉള്ളൊഴുക്കൊക്കെ അങ്ങനെയാണ്. ഉള്ളൊഴുക്കെന്ന് പറയുന്നത് വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ചെയ്ത സിനിമയാണ് അത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ നോക്കുമ്പം അവരുടെ ആരുടെയും മുഖത്ത് ചിരിയേയില്ല. ഒന്നിച്ചാൽ ഇതിങ്ങനെ കാണണ്ടേ എല്ലാ ദിവസവും ഇങ്ങനെ കരയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുന്നതിൻ്റെ അവരുടെ ഒരു പിരിമുറുക്കമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ട്. ഉള്ളൊഴുക്ക് എന്നൊരു സിനിമയിൽ പാർവതി തിരുവോത്തിനൊപ്പമാണ് ഉർവശി ചേച്ചി എന്ന് പറഞ്ഞ നടി അഭിനയിക്കുന്നത്. പാർവതിയോട് അഭിനയിക്കാൻ പല ആൾക്കാരും ഇഷ്ടപ്പെടാതിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ചില സമയത്തിൽ യാത്ര ചെയ്യുന്നത്. അവിടെ ചേച്ചി വന്നു എന്ന് പറഞ്ഞ് ഒരു സംസാരമൊക്കെ ഉണ്ടായി. ചേച്ചി അതിന് തൻ്റെ ഇടം കാണിച്ചത് അതൊരു കലയായിട്ട് കാണേണ്ടവരല്ലേ ഈ പറയുന്നവരൊക്കെ? തീർച്ചയായിട്ടും നല്ല ആർട്ടിസ്റ്റ് എന്നുള്ളതിലുപരി ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ചരിത്രവും പുരാണവും ഒന്നും ഞാൻ പഠിക്കേണ്ട കാര്യമില്ല എനിക്ക്. അതിന് ആരായാലും എന്നെ സംബന്ധിച്ച് ആ ക്യാരക്ടർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു അഭിനേത്രി, അതിനെ ഹോംവർക്ക് ചെയ്ത് അവരത് പ്രീ വർക്ക് ചെയ്ത് അവർ കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് എനിക്ക് അവരും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. കാരണം ഓരോ ഷോട്ടും ഒരു വലിയ കാര്യമായിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തോട്ട് ബാക്കി കാര്യങ്ങൾ അറിയേണ്ട, മറ്റുള്ളവർക്ക് അവരെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്കവരെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. സിനിമയും അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നല്ലാതെ ആ റോളിനൊരു കറക്റ്റായിരുന്നു. അത് പിന്നെ വർക്ക് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു വർക്കിൽ ഉദാസീനത കാണിക്കുന്നു, അല്ലെങ്കിൽ സ്പോട്ടിൽ നമ്മളോട് പെരുമാറുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെ അല്ലാതെ ഒരാളിനെ വെറുക്കാൻ്റെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. വെറുക്കേണ്ട കാര്യമില്ല. അവരെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അതെന്താണോ ഇതിനെ അവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അതെ അതെ അതെ. അല്ല, നമ്മൾ വായിക്കുന്നത് കണ്ടുകൊണ്ടും ആരെങ്കിലും എഴുതുന്നത് കണ്ടുകൊണ്ടൊന്നും നമ്മളൊരാളെ വിലയിരുത്താൻ നമ്മൾ ആരുമല്ല. ഇനിയൊരു ചെറിയ ഉദാഹരണം, എൻ്റെ ഈ കോമഡി രീതി പറഞ്ഞു കഴിഞ്ഞാൽ, അലിയുടെ വീട്ടിലെ കോഴിയെ തൊട്ടടുത്ത വീട്ടിലെ ഒരുത്തൻ കല്ലെറിഞ്ഞു. അലി പറയാ ശിവൻ ചേട്ടനും അവനെ വെറുക്കണം. അലിയുടെ വീട്ടിലെ കോഴിയല്ലേ എറിഞ്ഞത്, അതിന് ഞാൻ ശിവേട്ടൻ വെറുതെ പറ്റും. ഇല്ല, പിന്നെ ശിവേട്ടനുമായിട്ടൊരു ബന്ധമില്ല. ഇത് ഞാൻ കോമഡിയായിട്ട് പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ നമ്മളത് വിലയിരുത്തണം. അലി ആരെന്തു പറഞ്ഞാലും ഒരു ഫോൺ ചെയ്താൽ അലിയെ കിട്ടത്തില്ലേ? അലി ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നത് എന്താ? ഞങ്ങൾ അതൊന്ന് പറയും, ഇത് കേൾക്കാൻ. കാരണം അലിയുടെ അഭ്യുദയകാംക്ഷയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും പറയുന്ന കേട്ടൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യങ്ങൾ. അതെ അതെ അതെ, വലിയ ഉദാഹരണമാണ് കേട്ടോ, വലിയ ഉദാഹരണമാണ്. നമ്മളെല്ലാവരും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളും വെറുത്തേരെ. അതാണ് ഇപ്പം നടക്കുന്നത്. അതൊന്നും ശരിയല്ല. അതൊന്നും സിനിമ എന്ന് പറയുന്നത് കുറേ പേരുടെ, ഞാൻ പറഞ്ഞ പോലെ ആഹാരത്തിൻ്റെ കാര്യത്തെക്കാളുപരി ജീവിതമാർഗത്തെക്കാളുപരി പരസ്പരം പണ്ടെങ്ങും ഇല്ലായിരുന്ന ഇതാണ് ഈ പല വെറുപ്പ് ഉണ്ടാക്കിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. അതുണ്ടെങ്കിൽ കേൾക്കാൻ ആൾക്കാർ അതൊന്നുമില്ല. ഇതിപ്പം എല്ലാം സെൻസേഷനലാക്കണം, എല്ലാം വിവാദങ്ങളാക്കണം, എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുന്ന ഒരു എരിവും പുളിയും വേണം എല്ലാത്തിനും കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളൊരു ട്രെൻഡ് ഇത് മാറുമല്ലേ? എല്ലാം മാറേണ്ടതാണ്. ഇതെല്ലാം മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല മനുഷ്യനെ ആരും വിലയിരുത്തേണ്ടത്. ഇങ്ങനെയൊന്നും അല്ല. വെറുതെ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ബന്ധങ്ങൾക്കും ഒക്കെ ഒരാളിനെ കുറിച്ച് അയാളങ്ങനെ പറയാൻ സാധ്യത. ഇപ്പോൾ അലി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം നല്ല പെരുമാറ്റവും സമീപനവും ഉള്ളൊരു സ്ഥാപനം അല്ല എന്നിരിക്കട്ടെ. പക്ഷെ അലി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിനല്ല പ്രശ്നം. ആ സ്ഥാപനത്തിലിരിക്കുമ്പോൾ അലിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ. അവിടുന്ന് പുറത്ത് വന്ന് ഇത് ഹൈദർ അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്നും പറഞ്ഞ് തനിച്ച് നിന്ന് ഞാൻ ജഡ്ജ് ചെയ്ത് നോക്കണം. അയാൾ അങ്ങനെ അല്ല കേട്ടോ. അവിടെ നിൽക്കുമ്പം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, അതൊരു പ്രൊഫഷൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാനും പറ്റണം. പാർവതി തിരുവോത്ത് നല്ല ആക്ട്രസ് ആണെങ്കിൽ ഇപ്പം പാർവതിയും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്തോ എല്ലാവരുടെയും സമീപനത്തിൽ വല്ലാത്തൊരു വ്യത്യാസം. ആരും ഒരു നല്ല രീതിയിൽ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ പല സിനിമകളിലും അപ്രോച്ച് ചെയ്യുന്നില്ല. ഒരു നല്ല അപ്രോച്ച് പോലും സിനിമയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതിനു വേണ്ടി എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് എന്നുള്ള രീതിയിൽ ഇവൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനും അത്ഭുതപ്പെടുകയാണ്, അതെന്താണ് അങ്ങനെ മനസ്സിലാവുന്നില്ല. കാരണം അവൾ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കിയിട്ടല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ എന്താണ് സിനിമയോട് എന്ത് അപരാധമാണ് ചെയ്തിട്ടുള്ളത് പാർവതി? വ്യക്തിപരമായിട്ട് മറ്റെന്തെങ്കിലും പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം ഉണ്ടായാൽ പോരെ ദേഷ്യം. മുഴുവൻ സിനിമയ്ക്കും പാർവതിയോട് ദേഷ്യപ്പെടാൻ ന്യായമൊന്നുമില്ലല്ലോ. അല്ല, അത് ചേച്ചി ഇങ്ങനെ തുറന്നു പറയുന്നതൊക്കെ വളരെ ചുരുക്കമാണ് ചേച്ചിയുടെ എക്സ്പീരിയൻസ്. അല്ലാതെ വേണ്ടേ? എന്തോ തുറന്നു പറയാൻ എന്തോ തീയെന്ന് പറഞ്ഞാൽ വാവുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അത് ശരിയല്ലല്ലോ. നമ്മളൊരു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു.
ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, അങ്ങനെ പറയേണ്ട ഒരു രീതിയിലല്ലേ നമ്മൾ മുമ്പോട്ട് പോവേണ്ടത്. അവിടെ തീരുവം ചെയ്യണം, അവിടെ പിന്നീട് അതിലേക്ക് പോകല്ലോ, പിന്നീട് അത് പൊക്കി പിടിച്ചോണ്ട് വരില്ല. അതെ അതെ, അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പറയേണ്ട സ്ഥലത്ത് വെച്ച് പറഞ്ഞു പോയാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, മുഖത്ത് നോക്കി തന്നെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല ഒളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല എന്നാണ് ചുരുക്കത്തിൽ എനിക്ക് മനസ്സിലായ ചേച്ചി. അതാണ് ഇവിടെ നടക്കുന്നത്. പറയേണ്ടത് ആർജവത്തോടുകൂടി, പണ്ട് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയാൻ ആർജവം കാണും. പണ്ടത്തെക്കാളും സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക്. പണ്ട് ഇത്ര പോലും ഇല്ലായിരുന്നു. സിനിമയിൽ പോലും പണ്ട് ഇത്ര ഇല്ല, ഇപ്പോഴുണ്ട്. അല്ല ഈ സിനിമയിലെ പണ്ടത്തെ ബന്ധത്തിൻ്റെ കാര്യം, ഈ പിന്നെ KPC ലളിത ചേച്ചിയുടെയൊക്കെ ശബ്ദം നമുക്ക് ഫോണിക്ക് വേറെ സൗണ്ടാണ്. അപ്പം അലി വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഒറ്റ വാക്കേ ചോദിക്കൂ, അവളെന്തേ ആ വാക്കിൽ KPC ലളിത ചേച്ചി ആണ്. പിന്നെ നമ്മുടെ വാവ ചേച്ചി, ഇവരുടെയൊക്കെ എന്ന് പറയുന്ന ആ ഒരു ബന്ധങ്ങൾ സിനിമയിൽ, ഇവരുടെയൊക്കെ ആ ബന്ധങ്ങളും ആ കണക്ഷൻസും ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മൊത്തം ഫോർമാലിറ്റീസാണ്. ഈഗോ എന്ന് ഞാൻ പറയത്തില്ല, ഈഗോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അരിയപ്പോൾ ഇത് എനിക്കങ്ങനെ അറിയാവൂ. എൻ്റെ ഒരിക്കൽ തിരിച്ച് ചേട്ടാ, ഞാൻ ഇപ്പോൾ ഇതല്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല ഈ വലിയ ഫോർമലൊന്നും ആവാൻ. അപ്പോൾ ശരിയല്ലേ ഞാൻ പറയുന്നത്? അന്നത്തെ ബന്ധങ്ങൾ പലരുടെയും പിന്നെ ഇവിടെ എനിക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ആയിരുന്നു. സെറ്റിലൊക്കെ ഇപ്പോൾ ധൈര്യത്തിന് എത്ര ഘടാഘടികന്മാരായ ആർട്ടിസ്റ്റുകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അതൊരു കൂട്ടായ്മയായിരുന്നു. കൂട്ടായ്മയിൽ നിന്ന് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, എന്തൊക്കെ തമാശകൾ ഉണ്ടാവും. പിന്നെ ഇപ്പൊക്കെ തമാശ പറഞ്ഞാൽ അത് വേറെ കേസായി മാറുന്നു. പേടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഒരു പുരുഷന് സ്ത്രീയുടെ മുഖത്ത് നോക്കി അഭിനയിക്കാൻ പറ്റുള്ളൂ, സ്ത്രീക്ക് പുരുഷന്റെ മുഖത്ത് നോക്കി കണ്ണ് തുറച്ചാൽ 10 സെക്കൻഡ് തുറച്ചു വെക്കാൻ കേസാന്ന് പറയണത്. ശരിയല്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെ ഇപ്പൊ പോകുന്ന യാത്ര എന്തുമായിട്ട് സിനിമകൾ നന്നായാൽ പ്രഷർ കയറും. ആരുടെ പേര് എന്ത് ആരോപണം ഉണ്ടായാലും അവരഭിനയിച്ച ശേഷം സിനിമ നല്ലതാണോ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ. അതാണ് പ്രേക്ഷകനും നമ്മളും സിനിമാക്കാരനും തമ്മിലുള്ള വ്യത്യാസം. എന്താണെന്നറിയോ? കറക്റ്റ്. സിനിമാക്കാരൻ അറിയേണ്ടത് അലിയെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് വഴക്ക് പറഞ്ഞു, അത് അലി അവരുമായിട്ടുള്ള വിഷയം, നിങ്ങൾ തീർത്തോളുക. ഇത് ഞങ്ങൾക്ക് കലാരൂപമാണ് വേണ്ടത്. പൈസ എന്നാണ്, ഈ പൈസയാണ് നമ്മൾ നടക്കുന്ന വണ്ടിയും നമ്മൾ നടക്കുന്ന ആഹാരവും നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ പിന്നെ ഫീസും ഒക്കെ ഇവർ തരുന്ന പൈസയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ കലാസൃഷ്ടികൾ ആസ്വദിക്കാൻ വന്നവരാണ്, നിങ്ങൾ തങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അയക്കൂ, നമുക്ക് ടൈമില്ല. അതാണ് ഇപ്പോൾ സിനിമാ രംഗം. അത് മാറ്റമാണ്, അത് മാറി വരികയാണ്, മാറണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.